ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബസംഗമം വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു വട്ടം കൂടി ഒന്നും കൂടി എന്താ പറയുക, നമ്മളൊന്ന് ഗെറ്റ് ടുഗദർ നടത്താമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു വർഷം മുന്നേ നമ്മൾ ഒരു കുടുംബസംഗമം നല്ല ഗ്രാൻഡായിട്ട് തന്നെ കഴിച്ചിനേനു. ഇതിപ്പം ഗ്രാൻഡ് തന്നെയാണ്, എന്നാലും അത്രയും ആളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ആളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വീട്ടിൽ വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഓഡിറ്റോറിയത്തിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞ് നമുക്കൊന്ന് കത്തുപാട്ട്, അത് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ, കുറേ ഫ്രൂട്ട്സും എല്ലാം വെച്ചിട്ട് നല്ലൊരു കത്തുപാട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു എല്ലാവരും. ഞാൻ ഏകദേശം ഒരു 11:30-11:45 തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് 2 ആഴ്ച ഇത് തന്നെയാണ്, എല്ലാവരും ഓരോരോ സംഭവങ്ങൾ കട്ട് ചെയ്ത് ഒക്കെയാണ്. അപ്പോൾ ഓരോരുത്തരും വരുന്നേരം എന്തെങ്കിലും ചെറിയ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും കൊണ്ടുവരണം. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തിട്ട് അത് നമ്മളെ കത്തുപാട്ട് പോലെ ചെയ്യാനാട്ടോ. അപ്പോൾ ഉച്ചക്കാണ് പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർ എന്താ പറയുക വരുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര രസമായിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ ഫാമിലിയായിട്ട് ഇങ്ങനെ ഒരു ഒത്തുകൂടലുണ്ടെങ്കിലല്ലേ നമ്മളെ മൈൻഡും ഒന്ന് റീഫ്രഷ് ആവും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ആരോടെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഈഗോ പിടിച്ച് നിൽക്കുന്ന അവരോട് സംസാരിച്ചാൽ എങ്ങനെയായിരിക്കും സംഭവം? നമ്മളെ ഫാമിലി തന്നെയായിരിക്കും, പക്ഷെ നമുക്ക് അവരോടൊന്ന് സംസാരിക്കാനോ അടുക്കാനോ എന്തോ ഒരു ഇതുപോലെ ആയിരിക്കും. പക്ഷെ ഇങ്ങനത്തെയുള്ള പരിപാടി വെക്കുമ്പോൾ ഇല്ലേ, നമുക്കത് മൊത്തമായിട്ട് മാറും കേട്ടോ. നമ്മളെല്ലാവരോടും കമ്പൈൻ ചെയ്ത് എല്ലാവരോടും സംസാരിക്കും, എല്ലാവരോടും ഒത്തുകൂടും. അത് അടിപൊളിയായിരുന്നു. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ പൊതുവേ ആരോടും അങ്ങനെ സംസാരിക്കാറില്ല, എല്ലാവരോടും നല്ല ആക്റ്റീവാണ്. പക്ഷേ ഇങ്ങനെ എനിക്ക് അറിയാത്ത നമ്മളെ കുടുംബക്കാരന്നെ, പക്ഷെ അറിയാത്ത ആൾക്കാരോട് ഇവരോട് സംസാരിച്ചാൽ എങ്ങനെയിരിക്കും, ഇവർക്ക് അത് ഇഷ്ടപ്പെടും, അങ്ങനത്തെ ഉള്ളൊരു മൈൻഡായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ പരിപാടിയിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ചിന്തയെ വേണ്ട, എല്ലാവരോടും ഒരുപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറച്ചിച്ചോറാണ്. അതും നമ്മളെ ഫാമിലിയിലുള്ള മൂത്ത കാരണവർ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. നല്ലൊരു ഇറച്ചിച്ചോറ്, തലശ്ശേരി ടൈപ്പ് ഓഫ് ഇറച്ചിച്ചോറാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെന്താ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ കത്തുപാട്ടിൻ്റെ ആ ഒരു പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് എല്ലാ സംഭവങ്ങളും കട്ട് ചെയ്ത് ഓരോന്നായിട്ട് വാഴയിലയിൽ സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ എൻഡിങ്ങിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും പാട്ട് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, കോപ്പി റൈറ്റ്സ് വരുന്നതുകൊണ്ട് പാട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാനത് ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ എന്തെല്ലോ സംഭവങ്ങളുണ്ട്. പൈനാപ്പിൾ ഉണ്ട്, കക്കിരിക്ക ഉണ്ട്, അതുപോലെ തന്നെ മാങ്ങ, വാട്ടർ മെലൻ, പിന്നെ മുറുക്ക്, അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. അധികവും നമ്മളെ വത്തക്ക തന്നെയായിരുന്നു കൂടുതലുണ്ടായത്. അപ്പോൾ അതെല്ലാം എന്നിട്ടിങ്ങനെ ഉപ്പും മുളകും ഒക്കെ മിക്സ് ചെയ്ത് അതൊക്കെ ഇട്ടിങ്ങനെ കുഴച്ച് കഴിക്കുമ്പോഴല്ലോ ഒരു എന്താ പറയുക, നമ്മൾ ഒറ്റ കഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫീൽ ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ എല്ലാവരും കൂടി കഴിക്കുമ്പോഴല്ലോ ഒരു പ്രത്യേക വൈബ് വരും കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിറാളക്കണ്ടി ഫാമിലി, അതായത് എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയാണ് ചിറാളക്കണ്ടി ഫാമിലി. അപ്പം നമ്മൾ പൊതുവേ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കൈമുട്ടിപ്പാട്ട് ഇല്ലാണ്ട് നടക്കില്ല കേട്ടോ. അത് നമുക്ക് നിർബന്ധമാണ്. നമ്മളെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, അടിച്ച് പൊളിക്കുന്ന പറയില്ല, അത്രയും അടിച്ച് പൊളിച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ ഈ ഒരു പരിപാടിയും അടിപൊളിയാക്കിയത്. കാരണം കൈമുട്ടിപ്പാട്ട് മെയിനായിട്ട്, നമ്മൾ മുട്ടിപ്പാട്ടില്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല കേട്ടോ. എല്ലാവരും കൂടി ഒത്തുകൂടി പാട്ടെല്ലാം പാടി നല്ല രസമുണ്ടേനു.
അങ്ങനെ എല്ലാവരും കത്തുപാട്ടൊക്കെ കളിച്ച് കഴിച്ച് അതുപോലെ ഫുഡും കഴിച്ച് അതിന് ശേഷം ഇതാ മറ്റേ നമ്മൾ കുറേ ഗെയിംസൊക്കെ കളിച്ചേട്ടാ ബോയ്സ് വേറെ ഗേൾസ് വേറെ ആക്കിയിട്ട് അങ്ങനെ കുറേ ഗെയിംസൊക്കെ കളിച്ച് അതിൻ്റെ വീഡിയോസൊന്നും അങ്ങനത്തെ കിട്ടിയിട്ടില്ല. അങ്ങനെ എല്ലാവരും കൈമുട്ടി പാട്ടൊക്കെ പാടി മെയിനായിട്ട് പാട്ട് തന്നെയാണ് കേട്ടോ. പാട്ടൊക്കെ പാടി നല്ലൊരു ഫാമിലി ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് ലാസ്റ്റ് കേക്കും കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയുക നമ്മുടെ ഈ ഒരു എന്താ പറയുക സന്തോഷമായിട്ടുള്ള ഈ ഒരു നമ്മളെ കുടുംബസംഗമം അവസാനിപ്പിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുടുംബസംഗമം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഒരാൾ എന്താ പറയുക തീരുമാനം എടുക്കുന്നതല്ലല്ലോ, എല്ലാവരും കൂടി ഒത്തുകൂടണമല്ലോ. പക്ഷെ മെയിനായിട്ട് കുറച്ച് ആൾക്കാർ ഇതിൽ എന്താ പറയുക ഇൻവോൾവ് ആയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പരിപാടി നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ എൻ്റെ എന്താ പറയുക കുടുംബക്കാർക്കും എന്താ പറയുക ഭയങ്കര സന്തോഷം അത്രയേ ഉള്ളൂ പറയാനേ. കാരണം എല്ലാവരും കൂടി ഇങ്ങനെ കൂടിപ്പിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അത് എൻ്റെ വായിലിപ്പം മെയിനായിട്ട് വരുന്നത് എന്താ പറയുക സുമിയ, ഗഫൂർക്ക, അങ്ങനത്തെ സുബി, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ പേരാട്ടോ. അപ്പോൾ എനിക്കറിയുന്നത് അവരെയാണ് കേട്ടോ. സോ എന്താ പറയുക ഇതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും ബിഗ് താങ്ക്സ്. എന്താണെന്ന് വെച്ചാൽ അത്രയും സന്തോഷം ഉണ്ടേനും നല്ല വന്നേരം. അങ്ങനെ ഇതാ വൈകുന്നേരം ഏകദേശം ഒരു 5 മണിയായപ്പം തന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാ. അപ്പോൾ കേക്ക് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്കായിരുന്നു. അതിൽ ഒരിക്കൽ കൂടി എന്നുള്ള ഒരു ക്യാപ്ഷനും കൂടിയിട്ടുള്ള ഒരു പ്രിൻ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു മിൽക്കി ട്രഫിളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ കുടുംബത്തിലുള്ള ഏറ്റവും മൂത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവരെല്ലാം കൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മളെല്ലാവരും പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്താ പറയുക ഇതുപോലെ ഒരു ഗെറ്റ് ടുഗതറോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക മുൻകൈ എടുത്തിട്ട് ചെയ്യാൻ തന്നെ ഞാൻ പറയൂ. കാരണം അത്രയും എൻജോയ്മെൻറ്റ് നമ്മൾ വേറെ ഒരു പരിപാടിക്ക് പോയാലും കിട്ടില്ല. ഒരു കല്യാണത്തിന് പോയാൽ പോലും ഇത്ര ഒരു എൻജോയ്മെൻറ്റ് കിട്ടില്ല. നമ്മളെല്ലാവരും കുടുംബക്കാരെല്ലാം കൂടി ഒത്തുകൂടി ആ ഒരു ഹാപ്പിനെസ്സിൽ പങ്കെടുക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ കത്തുപാട്ടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബായ്.